ഏറ്റവും അധികം ലോകം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ് ഷെയ്ഖ് ഹസീന, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകൾ, ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്ത. എന്താണ് സംഭവിച്ചത്? ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ പുകയുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പുറത്തായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ജീവിതം. കഴിഞ്ഞ 20 വർഷം ആകെ 20 വർഷം പ്രധാനമന്ത്രി പദം, കൃത്യമായി പറഞ്ഞാൽ 20 വർഷവും 8 മാസവും പ്രധാനമന്ത്രി പദത്തിലിരുന്ന, ഏറ്റവും ദീർഘകാലം ബംഗ്ലാദേശിൻ്റെ ഭാഗധേയം നിർണയിച്ച ഷെയ്ഖ് ഹസീന ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ പൂർണ്ണമായ ബംഗ്ലാദേശ് വിട്ട് പലായനത്തിൻ്റെ പാതയിലാണ്. എന്താണ് ഷെയ്ഖ് ഹസീനയ്ക്ക് സംഭവിച്ചത്? എന്താണ് ബംഗ്ലാദേശിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ബംഗ്ലാദേശിൻ്റെ പിറവി തന്നെ, ബംഗ്ലാദേശിൻ്റെ രൂപീകരണം തന്നെ, പണ്ടത്തെ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ നിർലോഭമായ സഹകരണമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിന് ബംഗ്ലാദേശിനെ ഒരുക്കിയത് ബംഗബന്ധു എന്ന് കൂടി അറിയുന്ന, ബംഗ്ലാദേശിൻ്റെ ദേശീയ പിതാവായി കൂടി അറിയപ്പെടുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാനാണ്. ഷെയ്ഖ് മുജിബുർ റഹ്മാനും അദ്ദേഹത്തിൻ്റെ മുക്തിബാഹിനിക്കും എല്ലാം ഇന്ത്യ നൽകിയ നിർലോഭമായ സഹകരണം, പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അവഗണനയും രാഷ്ട്രീയ മേധാവിത്വവും കടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളും എല്ലാം ചേർത്തുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യം 1971 നിലവിൽ വന്നു. അതുമുതൽ അടുത്ത 5 വർഷത്തേക്ക് ബംഗ്ലാദേശിന് തലപ്പത്തുണ്ടായിരുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ വധിക്കപ്പെട്ടു. 75 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. അദ്ദേഹത്തെ വധത്തെ തുടർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ 3 ആൺമക്കൾ കൊല്ലപ്പെട്ടു, 2 മരുമക്കൾ കൊല്ലപ്പെട്ടു. അതേസമയം അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കൾ അന്ന് ജർമ്മനിയിലായിരുന്നതുകൊണ്ട് ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് ഹസീനയുടെ സഹോദരിയും അന്ന് ജർമ്മനിയിലായിരുന്നതുകൊണ്ട് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയും അവർ പിന്നീട് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ആതിഥ്യമാരുടെ ഉയരക്കാലം ഇന്ത്യയിൽ 6 വർഷത്തോളം ഇന്ത്യയിൽ ജീവിച്ചതിന് ശേഷം തിരിച്ചു ചെന്ന് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ സജീവമാകുകയും തൻ്റെ പിതാവിൻ്റെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുകയും എല്ലാം ചെയ്തു. ഇവിടെ 2 പേരുകൾ വളരെ പ്രധാനമാണ്. ബംഗ്ലാദേശിൻ്റെ ഇപ്പോൾ ജസ്റ്റ് രാജിവെച്ച് പുറത്തുപോയ ഷെയ്ഖ് ഹസീന എന്ന ലേഡി, അത് ബംഗബന്ധു മുജിബുർ റഹ്മാൻ്റെ മകൾ. അതേസമയം പിന്നീട് ഭരണാധികാരിയായ പട്ടാള ജനറലായ സിയാവുർ റഹ്മാൻ്റെ ഭാര്യ ബീഗം ഖാലിദ സിയ മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്ക് നേതൃത്വം നൽകുകയാണ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. അപ്പോൾ അവാമി ലീഗ് എന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുമാണ് മാറി മാറി ബംഗ്ലാദേശിൽ ജനാധിപത്യ ഭരണത്തിൽ വന്നത്. സൈന്യം ഭരിച്ച ഏറെക്കാലത്തിന് ശേഷം 70കളിലും 80കളിലും സൈന്യം ഭരിച്ചു. 75 മുതൽ ഏതാണ്ട് 80കളുടെ അവസാനം വരെ സൈന്യത്തിൻ്റെ ഭരണമായിരുന്നു. മുജിബുർ റഹ്മാന് ശേഷം വന്ന സിയാവുർ റഹ്മാനും സൈനിക ജനറലായിരുന്നു. അതുപോലെ ജനറൽ ഇർഷാദ്. അതിനുശേഷം ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് 1991 ബീഗം ഖാലിദ സിയയുടെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ ക്രമത്തിലേക്ക് ബംഗ്ലാദേശ് വന്നു. പിന്നീടുള്ള രാഷ്ട്രീയം മുഴുവൻ, കഴിഞ്ഞ ഒരു 40 വർഷത്തെ ബംഗ്ലാദേശി രാഷ്ട്രീയം മുഴുവൻ 2 ലേഡീസ് തമ്മിലുള്ള ഫൈറ്റായിരുന്നു. ഒരു വശത്തെ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യ രാഷ്ട്രപതി ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ മകൾ ഷെയ്ഖ് ഹസീനയും, മറുവശത്തെ സിയാവുർ റഹ്മാൻ്റെ വിധവ ബീഗം ഖാലിദ സിയയും. 2 പാർട്ടികൾ തമ്മിലുള്ള കടുത്ത മത്സരം. ഇവിടെ ഒരു പാർട്ടി ഇന്ത്യ സൗഹൃദ പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത്. അത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി, അതായത് അവാമി ലീഗ്. അവാമി ലീഗ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്ത് ആ അധികാരം വിട്ടുകൊടുക്കാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാക്കാത്തത് കൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ വിഭജനം എല്ലാം സംഭവിച്ചത്. പാകിസ്ഥാൻ്റെ വിഭജനം സംഭവിച്ചതും ബംഗ്ലാദേശ് ഉണ്ടായതുമൊക്കെ അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് അന്ന് മുതൽ തന്നെ അവാമി ലീഗ് ഇന്ത്യയുടെ ഡാർലിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവാമി ലീഗ് എപ്പോഴെല്ലാം അധികാരത്തിൽ വരുന്നോ, ഷെയ്ഖ് ഹസീന എപ്പോഴെല്ലാം അധികാരത്തിൽ വരുന്നോ, അപ്പോഴെല്ലാം ഇന്ത്യ സൗഹൃദ നിലപാടാണ് ഒരു പരിധിവരെ മറ്റ് രാജ്യങ്ങൾ തന്നെ കരുതുന്നത്. ഇന്ത്യയാണ് ബംഗ്ലാദേശിലെ ഹസീന ഭരണകൂടത്തെ താങ്ങി നിർത്തുന്നത് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ പ്രക്ഷോഭം അരങ്ങേറി. പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ടേമായി ഷെയ്ഖ് ഹസീന ഉരുക്കുമുഷ്ടി കൊണ്ട് ബംഗ്ലാദേശ് ഭരിക്കുകയാണ്. ആകെ 5 ടേം ഷെയ്ഖ് ഹസീന ഭരിച്ചു, 20 വർഷത്തിലധികം ഭരിച്ചു. അതിൽ കഴിഞ്ഞ 3 ടേമും 4ാമത്തെ ടേം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഈ 4 ടേമുകളും ഭരിച്ചത് ഒരു പ്രത്യേക ഫോർമുലയിലാണ്. സാധാരണഗതിയിൽ ഒരു
ടേം കഴിഞ്ഞാൽ, ഒരു ഭരണകൂടത്തിൻ്റെ ടേം കഴിഞ്ഞാൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ച് ആ സർക്കാരാണ് നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. അതേസമയം ഷെയ്ഖ് ഹസീന ആ പ്രൊവിഷൻ എടുത്തു കളഞ്ഞു. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയുടെ കൂടെ ഭരണകൂടത്തിൻ്റെ തന്നെ അവർ തന്നെ നയിക്കുന്ന നേതൃത്വമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതും അങ്ങനെ വീണ്ടും 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 അധികാരത്തിലെത്തുകയും ചെയ്തു. ഈ വർഷം ആദ്യം 2024 ആദ്യം ജനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ ഇലക്ഷൻ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ബീഗം ഖാലിദ സിയയുടെ പാർട്ടി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു. അതുകൊണ്ട് ഏകപക്ഷീയമായി ജയിച്ചു വരാൻ കഴിഞ്ഞു. ജനറൽ ഇർഷാദ് തുടങ്ങിയ പാർട്ടി, ജാതീയ പാർട്ടി, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി, പാകിസ്ഥാൻ്റെ കൂടെ പിന്തുണയുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗമായ ജമാഅത്തെ ഇസ്ലാമി മുതലായ സംഘടനകൾ മത്സരിച്ചു. അതേസമയം വലിയ തോതിൽ ഇൻഡിപെൻഡൻസും ജയിച്ചു വന്നു. അങ്ങനെ കൃത്യമായ ഭൂരിപക്ഷം, ഏതാണ്ട് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഷെയ്ഖ് ഹസീന വീണ്ടും വീണ്ടും പ്രധാനമന്ത്രിയായി. പക്ഷേ ഒരു നിർണായകമായ വിഷയത്തിൽ ഷെയ്ഖ് ഹസീനയെ കാലിടറി. അതാണ് സംവരണം. ഇന്ത്യ പോലെ തന്നെ ബംഗ്ലാദേശിലും സംവരണം വളരെ വലിയ വിഷയമാണ്. ഇന്ത്യയിൽ ജാതീയമായ സംവരണമാണ് വിഷയമെങ്കിൽ ബംഗ്ലാദേശിലെ സംവരണത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് അവാമി ലീഗിൻ്റെ പോരാളികൾ, അവാമി ലീഗിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ച ആളുകൾക്കും അവരുടെ മക്കൾക്കും ചെറുമക്കൾക്കും എല്ലാം തന്നെ ഗവൺമെൻറ് ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 30% സംവരണം എന്ന തത്വം, അതിനെതിരെ ജനം അതിശക്തമായി പ്രതികരിച്ചതുകൊണ്ട് 2018 ഭരണകൂടം തന്നെ അത് വേണ്ട എന്ന് വെച്ചതാണ്. പക്ഷേ ആ ഒരു തീരുമാനം ബംഗ്ലാദേശിലെ ഹൈക്കോടതി പുനഃസ്ഥാപിച്ചു. അത് ജൂൺ മാസം 2024 ജൂൺ മാസം വളരെ കലുഷിതമായ രീതിയിൽ ബംഗ്ലാദേശിൽ കലാപങ്ങൾ അരങ്ങേറി. അതെന്തുകൊണ്ടാണ് കലാപങ്ങൾ? യഥാർത്ഥത്തിൽ കഴിവുള്ള ആളുകൾക്ക് വരില്ല, കാരണം എല്ലാം കോട്ടയിലാണ്. ബംഗ്ലാദേശിൻ്റെ ഭരണകക്ഷിയായ ബീഗം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാർക്ക് മാത്രം ഗവൺമെൻറ് ജോലികൾ സംവരണം ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിൽ നിന്നും മോചനം നേടണമെങ്കിൽ, ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും തൊഴിലവസരങ്ങൾ ഒരുപോലെ തന്നെ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് കടുത്ത പ്രക്ഷോഭം. അതേ തുടർന്നുകൊണ്ട് സുപ്രീം കോടതി ഇടപെട്ട് ആ സംവരണം 5% കുറച്ചത് ജൂലൈയിലാണ്. പക്ഷേ ഒന്നും പൊതുജന പ്രക്ഷോഭം ശമിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. ജനമിളകി. വിദ്യാർത്ഥികൾ അതിഗംഭീരമായ പ്രതിഷേധം ചെയ്തു. ധാക്ക ചലോ, ധാക്കയിലേക്ക് നീങ്ങൂ എന്ന രീതിയിലുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഗവൺമെൻറ് ഓഫീസുകളും കെട്ടിടങ്ങളും പാർലമെൻറ്റും ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് ജനം മുന്നേറി. ജനകീയ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം തീർത്തും നിയന്ത്രണാതീതമായി മാറിയപ്പോഴാണ് സൈന്യം രംഗത്ത് വരുന്നത്. അപ്പം സൈന്യത്തിൻ്റെ തലവൻ അവസാനം വരെ പിടിച്ചു നിന്നു. സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള മിലിറ്ററി ജനറൽ ഭരണകക്ഷിയുടെ ഇഷ്ടക്കാരനായ ആളാണ്. അദ്ദേഹം സാധാരണഗതി നിഷ്പക്ഷത പാലിക്കുന്നയാളാണ്. പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞു, മാഡം ഇവിടുന്ന് കടന്നുകൊള്ളൂ. അങ്ങനെ പ്രസിഡന്റിൻ്റെ കൊട്ടാരം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ വാസസ്ഥലം പാർലമെൻറ്റ് ബിൽഡിംഗ്, അത് മാത്രമല്ല ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ വലിയ പ്രതിമ എന്ന് വേണ്ട ഭരണകൂടവുമായി ബന്ധപ്പെട്ട സകല സ്ഥാപനങ്ങളും ജനം കയ്യേറുകയും ഒരുതരം ആഘോഷത്തിമർപ്പിലാണ്. പ്രതിഷേധവും ആഘോഷവും എല്ലാം ചേർന്നതാണ്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഗോതബയ രജപക്ഷയുടെ വസതി റാൻസാക്ക് ചെയ്യുകയും റനിൽ വിക്രമസിംഹയുടെ വസതിയിലേക്ക് ജനമെരിച്ചു കയറുകയും ഒക്കെ ചെയ്ത ആ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ അവരിപ്പോൾ ഇന്ത്യയിലാണ്, ഇപ്പോൾ നിലവിൽ തൽക്കാലം ഇന്ത്യയിലാണെന്ന് പറയാൻ പറ്റൂ. കാരണം അവരുടെ ഡെസ്റ്റിനേഷൻ ഒരു പക്ഷേ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തേക്കായിരിക്കും. ബ്രിട്ടനിലേക്ക് അവർ ചേക്കേറുന്നു എന്നാണ് രാഷ്ട്രീയ അഭയം നൽകാൻ ബ്രിട്ടൻ തയ്യാറാണെങ്കിൽ ബ്രിട്ടനിലേക്കുള്ള പാതയിലാണ്. അപ്പം ഷെയ്ഖ് ഹസീന വളരെ വലിയ ഒരു പാഠപുസ്തകമാണ്. ഉരുക്കുമുഷ്ടി കൊണ്ട് രാജ്യത്തെ എത്ര കാലം നയിക്കാനാകും? ജനാധിപത്യ പ്രക്രിയയെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം ഭരണം വീണ്ടും വീണ്ടും ആരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ പിന്തുണ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. കാരണം അത് പല രാഷ്ട്രീയ കാരണങ്ങളാലാണ്. എപ്പോഴെല്ലാം ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വരുന്നോ ഇന്ത്യ സൗഹൃദ നിലപാടാണ് ബംഗ്ലാദേശിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ ബീഗം ഖാലിദ സിയ എപ്പോഴെല്ലാം അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവർ പലപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയുടെ പിന്തുണ മാത്രം കൊണ്ട് ഒരുപാട് ജനതയെ, സ്വന്തം ജനതയെ
വെറുപ്പിച്ചുകൊണ്ട് അവർക്ക് എത്ര കാലം നിൽക്കാനാവും? അവർ അവസാനം പറഞ്ഞൊരു വാക്കാണ് അറിയാൻ പറ്റിയത്. റസാക്കറുകൾ എന്നവർ വിളിച്ചു പ്രതിഷേധക്കാരെ. അവർ വിളിച്ച പേരാണ് റസാക്കേഴ്സ്. അത് 71 മുഴങ്ങിക്കേട്ടൊരു പേരാണ്. അത് പാകിസ്ഥാൻ പക്ഷപാതികളായ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ പിന്തുണയോടുകൂടി ബംഗ്ലാദേശിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ശ്രമിച്ച ദേശവിരുദ്ധരെ ബംഗ്ലാദേശികൾ വിളിക്കുന്ന പേരാണ് റസാക്കർമാർ. അപ്പോൾ റസാക്കേഴ്സ് ഈ ജനം പ്രക്ഷോഭം നടത്തുന്ന ജനങ്ങളെ, സ്വന്തം ജനതയെ റസാക്കറുകൾ എന്ന് വിളിച്ചപ്പോൾ ആ എല്ലാ അതിർവരമ്പുകളും സീമകളും ലംഘിക്കപ്പെട്ടു. ഞങ്ങൾ റസാക്കേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഏകാധിപതിയാണ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ജനം ഉഗ്രമായി പ്രതിഷേധിച്ചു. അപ്പം ജനകീയ പ്രക്ഷോഭത്തിൽ മറ്റൊരു ഭരണാധികാരി കൂടി കടപുഴകിയിരിക്കുന്നു. ഇന്ത്യയുടെ അയൽ പ്രദേശം അസ്വസ്ഥമായിരിക്കുന്നു. അത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കാനുള്ളത്, ഇന്ത്യൻ വിദേശ നയത്തിൽ വരാൻ സാധ്യതയുള്ള പൊളിച്ചെഴുത്തുകൾ, ഇതെല്ലാം മറ്റൊരു വീഡിയോയിൽ ചെയ്യാനുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ തൽക്കാലം വിടുന്നു. ബംഗ്ലാദേശിലേക്ക് എല്ലാ കണ്ണുകളും, ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും ഇപ്പോൾ നീളുന്നത് ബംഗ്ലാദേശിലേക്കാണ്.